നമസ്കാരം, എല്ലാവർക്കും PSC Proയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ശബ്ദമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ശബ്ദം. സോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. ശബ്ദം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ശബ്ദം ഉണ്ടാകുന്നത് ഒരു വസ്തു കമ്പനം ചെയ്യുമ്പോൾ അതിന് ചുറ്റുമുള്ള വായുവും കമ്പനം ചെയ്യപ്പെടുന്നു. വായുവിൽ ഉണ്ടാകുന്ന മർദ്ദ വ്യതിയാനങ്ങളാണ് ഇതിന് കാരണം. വായുവിൻ്റെ ഈ കമ്പനം വിവിധ ദിശകളിലൂടെ സഞ്ചരിച്ച് ചെവികളിൽ എത്തുന്നു. മസ്തിഷ്കം അതിനെ ശബ്ദമാക്കി അനുഭവവേദ്യമാക്കുന്നു. അപ്പോൾ നമുക്കറിയാമല്ലേ, ശബ്ദം ഉണ്ടാകുന്നത് കമ്പനം മൂലമാണ്. വസ്തുവിൻ്റെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശബ്ദ തരംഗങ്ങൾ എന്താണ്? ശബ്ദ തരംഗങ്ങൾ ശബ്ദം ഒരു മെക്കാനിക്കൽ തരംഗമാണ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇതിനെ മെക്കാനിക്കൽ തരംഗം എന്ന് പറയുന്നത്. അനുദൈർഘ്യ തരംഗങ്ങളിൽ ഒന്നിടവിട്ട് ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും അടങ്ങിയിരിക്കും. എപ്പോഴും ചോദിക്കുന്നതാണ്, ശബ്ദം ഏത് തരം തരംഗങ്ങളാണ്? ശബ്ദം എപ്പോഴും അനുദൈർഘ്യ തരംഗങ്ങളാണ്. അനുദൈർഘ്യ തരംഗങ്ങളിൽ ഒന്നിടവിട്ട് എന്തുണ്ട്? ഉച്ചമർദ്ദ മേഖലകളും അതുപോലെ നീചമർദ്ദ മേഖലകളും അടങ്ങിയിരിക്കും. തൊട്ടടുത്തുള്ള ഈ രണ്ട് ഉച്ചമർദ്ദ മേഖലകൾ അല്ലെങ്കിൽ രണ്ട് നീചമർദ്ദ മേഖലകൾ ഇവയ്ക്കിടയിലുള്ള അകലത്തിനെയാണ് തരംഗദൈർഘ്യം എന്ന് പറയുന്നത്, അഥവാ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. എന്താണ്? രണ്ട് ഉച്ചമർദ്ദ മേഖലകൾ അല്ലെങ്കിൽ അതുപോലെ രണ്ട് നീചമർദ്ദ മേഖലകൾ, അവയ്ക്കിടയിലുള്ള അകലത്തിനെ പറയുന്നതാണ് തരംഗദൈർഘ്യം അഥവാ വേവ് ലെങ്ത്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ഈ ശബ്ദ തരംഗങ്ങളുടെ എണ്ണത്തെയാണ് ആവൃത്തി എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ശബ്ദ തരംഗങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ഇത് തരംഗദൈർഘ്യത്തിന് വിപരീത അനുപാതത്തിൽ ആയിരിക്കും. അപ്പോൾ എന്താണ് ശബ്ദ തരംഗങ്ങൾ എന്ന് മനസ്സിലായോ? ശബ്ദം ഒരു മെക്കാനിക്കൽ തരംഗമാണ്, ഒരു അനുദൈർഘ്യ തരംഗമാണ്. ശബ്ദ തരംഗങ്ങൾ അവയ്ക്ക് എന്തുണ്ടാവും? ഒന്നിടവിട്ട് ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും ഉണ്ടാകും. രണ്ട് ഉച്ചമർദ്ദ മേഖലകൾ തമ്മിലുള്ള അകലം അല്ലെങ്കിൽ രണ്ട് നീചമർദ്ദ മേഖലകൾ തമ്മിലുള്ള അകലമാണ് തരംഗദൈർഘ്യം. അതുപോലെ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന തരംഗദൈർഘ്യങ്ങളുടെ എണ്ണത്തെയാണ് ആവൃത്തി എന്ന് പറയുന്നത്. ശബ്ദപ്രതിഭാസങ്ങൾ. ശബ്ദവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതിഭാസങ്ങളുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം. ഒന്നാമത്തേത് പ്രതിധ്വനി. എന്താണ് പ്രതിധ്വനി എന്ന് പറയുന്നത്? അഥവാ എക്കോ എന്ന് വെച്ചാൽ എന്താണ്? ശബ്ദത്തിൻ്റെ പ്രതിഫലനമാണിത്. പ്രതിധ്വനി എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൻ്റെ പ്രതിഫലനമാണ് പ്രതിധ്വനി എന്ന് പറയുന്നത്. കേട്ട ശബ്ദം തന്നെ വീണ്ടും കേൾക്കുന്നതിനെയാണ് പ്രതിധ്വനി എന്ന് പറയുന്നത്, അഥവാ എക്കോ എന്ന് പറയുന്നത്. ആവർത്തിച്ച് കേൾക്കുന്ന പ്രതിധ്വനിയാണ് ആവർത്തന പ്രതിധ്വനി. നമുക്കറിയാം, ഏതെങ്കിലും ഒരു ശബ്ദം പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ആ ശബ്ദം ഇങ്ങനെ ആവർത്തിച്ച് കേട്ടുകൊണ്ടേയിരിക്കും അല്ലേ? അങ്ങനെയുള്ള ശബ്ദങ്ങളാണ് ആവർത്തന പ്രതിധ്വനി എന്ന് പറയുന്നത്. ഇനി അടുത്തത് അനുരണനം. എന്താണ് അനുരണനം? ഒരിക്കലുണ്ടാകുന്ന ശബ്ദം വസ്തുക്കളിൽ തട്ടി വീണ്ടും വീണ്ടും പ്രതിഫലിച്ച് ശബ്ദ തീവ്രത മെല്ലെ ക്ഷയിക്കുന്നതിനെ അനുരണനം അല്ലെങ്കിൽ റിവർബറേഷൻ എന്ന് പറയുന്നു. എന്താണ് അനുരണനം? ഒരിക്കലും ഒരു ശബ്ദം ഉണ്ടാകുന്നു, അത് വസ്തുക്കളിൽ തട്ടി, പല വസ്തുക്കളിൽ തട്ടി പ്രതിഫലിച്ച് ശബ്ദത്തിൻ്റെ തീവ്രത കുറഞ്ഞു പോകുന്നു അല്ലേ? അങ്ങനെ വരുന്ന ശബ്ദത്തെയാണ് എന്ന് പറയുന്നത് അനുരണനം എന്ന് പറയുന്നത്. അടുത്തത് ബീറ്റുകൾ. ബീറ്റുകൾ എന്താണ്? താരതമ്യേന നേരിയ ആവൃത്തി വ്യത്യാസമുള്ള രണ്ട് ശബ്ദ സ്രോതസ്സുകളിൽ നിന്ന് ഒരേ വേഗത്തിലും ഒരേ ദിശയിലും സഞ്ചരിക്കുന്ന ശബ്ദം കൂടിച്ചേരാൻ ഇടവരികയും ഫലത്തിൽ തുല്യമായ ഇടവേളകളിൽ ഒന്നിടവിട്ട് ഏറെയും കുറഞ്ഞതുമായ ശബ്ദം കേൾക്കുകയും ചെയ്യുന്നു. എന്താണ്? താരതമ്യേന നേരിയ ചെറിയ ആവൃത്തി വ്യത്യാസമുള്ള രണ്ട് ശബ്ദ സ്രോതസ്സുകളിൽ നിന്ന് ഒരേ സമയത്ത് അല്ലെങ്കിൽ ഒരേ വേഗത്തിൽ ഒരേ ദിശയിൽ ശബ്ദം സഞ്ചരിക്കുമ്പോൾ ഇവ തമ്മിൽ കൂടിച്ചേരാൻ ഇടവരും. അതിൻ്റെ ഫലമായിട്ട് തുല്യമായ ഇടവേളകളിൽ ഒന്നിടവിട്ടിട്ട് ഏറിയും കുറഞ്ഞുമായിട്ടുള്ള ഈ ചെറിയ ശബ്ദം കേൾക്കും. ശബ്ദ തീവ്രത ക്രമമായി ഉയരുകയും താഴുകയും ചെയ്യുന്നതായി നമുക്ക് അനുഭവപ്പെടും. ഈ പ്രതിഭാസമാണ് ബീറ്റ്സ് അല്ലെങ്കിൽ ബീറ്റുകൾ എന്ന് അറിയപ്പെടുന്നത്. രണ്ട് ശബ്ദങ്ങൾ ഒരുമിച്ച് ഉത്തേജിപ്പിക്കുമ്പോൾ ഈ ബീറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. ഇത് കേട്ടറിയണമെങ്കിൽ
അവ തമ്മിലുള്ള ആവൃത്തിയുടെ വ്യത്യാസം എത്ര വരണം? 10 താഴെയായിരിക്കണം. 10 താഴെ വന്നാലാണ് നമുക്ക് ഈ ബീറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം കേട്ടറിയാൻ സാധിക്കുകയുള്ളൂ. അടുത്തത് വ്യതികരണം. എന്താണ് വ്യതികരണം? 2 ശബ്ദതരംഗങ്ങൾ സംയോജിച്ച് തീവ്രതയിൽ ക്രമമായി ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളെ വ്യതികരണം എന്ന് പറയുന്നു. 2 ശബ്ദതരംഗങ്ങൾ സംയോജിച്ച് ഉണ്ടാകുന്ന ശബ്ദം, അതിൻ്റെ തീവ്രതയിൽ ക്രമമായി ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളെയാണ് വ്യതികരണം എന്ന് പറയുന്നത്. അടുത്തത് വിഭങ്കനം. ശബ്ദം ഒരു സുഷിരത്തിലൂടെയോ വസ്തുക്കളുടെ വക്കിലൂടെയോ കടന്നു പോകുമ്പോൾ പടർന്നു വശങ്ങളിലേക്ക് പോകുകയും ശബ്ദ തീവ്രത ക്രമമായി കൂടുകയും കുറയുകയും ചെയ്യുന്നു. ഇതിനെയാണ് വിഭങ്കനം എന്ന് പറയുന്നത്. എന്താണ്? ശബ്ദം ഒരു സുഷിരത്തിലൂടെ പോകുകയോ അല്ലെങ്കിൽ വസ്തുക്കളുടെ വക്കിലൂടെയൊക്കെ പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ വശങ്ങളിലേക്ക് പടർന്നു പോകുകയും ഇതിൻ്റെ ശബ്ദ തീവ്രത ക്രമമായിട്ട് കൂടുക അല്ലെങ്കിൽ കുറയുകയും ചെയ്യുന്നു. ഇതിനെയാണ് വിഭങ്കനം എന്ന് പറയുന്നത്. അടുത്തത് അനുനാദം അല്ലെങ്കിൽ റെസനൻസ് എന്ന് പറയും. അനുനാദം അഥവാ റെസനൻസ് ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തി സ്രോതസ്സിൻ്റെതിന് തുല്യമായിരിക്കുമ്പോഴുള്ള പ്രണോദിത കമ്പനമാണ് അനുനാദം എന്ന് പറയുന്നത്. കമ്പനം ചെയ്യുന്ന മറ്റൊരു വസ്തുവിൽ നിന്ന് ഊർജം സ്വീകരിച്ച് കമ്പനം ചെയ്യുന്നതാണ് പ്രണോദിത കമ്പനം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡോപ്ലർ എഫക്റ്റ്? നിരീക്ഷകനെ അപേക്ഷിച്ച് ശബ്ദസ്രോതസ്സിനുണ്ടാകുന്ന വേഗം കൊണ്ട് ഉണ്ടാകുന്ന തരംഗത്തിൻ്റെ ആവൃത്തിയിലെ വ്യത്യാസമാണ് ഡോപ്ലർ എഫക്റ്റ്. എന്താണ്? നിരീക്ഷകനെ അപേക്ഷിച്ച് ശബ്ദസ്രോതസ്സിനുണ്ടാകുന്ന വേഗം കൊണ്ട് ഉണ്ടാകുന്ന തരംഗത്തിൻ്റെ ആവൃത്തിയിലുള്ള വ്യത്യാസം അറിയപ്പെടുന്നത് ഡോപ്ലർ എഫക്റ്റ് എന്നാണ്. അടുത്തത് ശബ്ദോപകരണങ്ങൾ. ഓഡിയോമീറ്റർ. ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഡിയോമീറ്റർ. ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓഡിയോമീറ്റർ ആണ്. അളന്നു കിട്ടുന്ന കേൾവിയുടെ ഗ്രാഫ് അറിയപ്പെടുന്നത് ഓഡിയോഗ്രാഫ് എന്നാണ്. ഓഡിയോമീറ്ററിലൂടെ അളന്നു കിട്ടുന്ന കേൾവിയുടെ ഗ്രാഫാണ് ഓഡിയോഗ്രാഫ്. അത് എന്തളക്കാൻ യൂസ് ചെയ്യുന്നതാണ്? ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഡിയോമീറ്റർ. അടുത്തത് ഡെസിബൽ മീറ്റർ. ശബ്ദ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഡെസിബൽ മീറ്റർ. ശബ്ദ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഡെസിബൽ മീറ്റർ ആണ്. സൗണ്ട് പ്രഷർ ലെവൽ മീറ്റർ അഥവാ SPL മീറ്റർ എന്നും ഇതറിയപ്പെടുന്നു. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഡെസിബൽ മീറ്റർ വേറെ ഏത് പേരിലൊക്കെ അറിയപ്പെടുന്നു? സൗണ്ട് പ്രഷർ ലെവൽ മീറ്റർ അഥവാ SPL മീറ്റർ എന്നും ഡെസിബൽ മീറ്റർ അറിയപ്പെടുന്നു. ഓർത്ത് വയ്ക്കുക. അടുത്തത് സ്കാനർ. സ്കാനർ എന്താണ്? സ്കാനർ അൾട്രാസൗണ്ട് തരംഗങ്ങൾ ഉപയോഗിച്ച് ആന്തരാവയവങ്ങളുടെ ചിത്രമെടുക്കാനും നിരീക്ഷിക്കാനും വൈദ്യശാസ്ത്ര രംഗത്ത് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്കാനർ. അൾട്രാസൗണ്ട് തരംഗങ്ങൾ ഉപയോഗിച്ചിട്ട് ആന്തരാവയവങ്ങളുടെ ചിത്രമെടുക്കാനും നിരീക്ഷിക്കാനും വൈദ്യശാസ്ത്ര രംഗത്ത് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സ്കാനറാണ്. ശരീരത്തിനുള്ളിൽ കടക്കുന്ന ശബ്ദത്തിൻ്റെ പ്രതിധ്വനി കമ്പ്യൂട്ടറിലൂടെ സ്വീകരിച്ചാണ് രോഗനിർണയം നടത്തുന്നത്. അടുത്തത് സോണാറാണ്. എന്താണ് സോണാർ? സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് സോണാറിൻ്റെ പൂർണ്ണരൂപം. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് സോണാറിൻ്റെ പൂർണ്ണമായ രൂപം. സമുദ്രത്തിൻ്റെ ആഴം അളക്കുന്നതിനും സമുദ്രത്തിൻ്റെ അടിയിലുള്ള വസ്തുക്കളുടെ സ്ഥാനം മനസ്സിലാക്കുന്നതിനും സമുദ്രാടിത്തറയുടെ മാപ്പുകൾ തയ്യാറാക്കാനും അൾട്രാസൗണ്ട് ശബ്ദം ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ സോണാറിൻ്റെ പ്രത്യേകത എന്താണ്? സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്താണ് സോണാറിൻ്റെ പൂർണ്ണരൂപം? അത് സമുദ്രത്തിൻ്റെ ആഴം അളക്കുന്നതിനും സമുദ്രത്തിൻ്റെ അടിയിലുള്ള വസ്തുക്കളുടെ സ്ഥാനം മനസ്സിലാക്കാനും അതുപോലെ സമുദ്രാടിത്തറയുടെ മാപ്പുകൾ തയ്യാറാക്കാനും ഉപയോഗിക്കുന്നു. അവിടെ ഉപയോഗിക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് ഏതാണ്? അൾട്രാസൗണ്ട് ശബ്ദമാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് സോണോമീറ്റർ. എന്താണ് സോണോമീറ്റർ? വലിച്ചു മുറുക്കിയ കമ്പിയുടെ കമ്പന സ്വഭാവം പഠിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണോമീറ്റർ. വലിച്ചു മുറുക്കിയ കമ്പിയുടെ കമ്പന സ്വഭാവം പഠിക്കുന്നതിന് ഉപയോഗിക്കുന്നത് സോണോമീറ്റർ ആണ്. അടുത്തത് എക്കോ സൗണ്ടർ. എന്താണ് എക്കോ സൗണ്ടർ? സമുദ്രത്തിൻ്റെയും ജലാശയങ്ങളുടെയും ആഴം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എക്കോ സൗണ്ടർ എന്ന് പറയുന്നത്. അടുത്തത് നോയ്സ് ഡോസ് മീറ്റർ. നോയ്സ് ഡോസ് മീറ്റർ എന്താണ്? നോയ്സ് ഡോസ് അളക്കുന്ന കാൽക്കുലേറ്ററിൻ്റെ വലിപ്പമുള്ള ഒരു ഉപകരണമാണ് നോയ്സ് ഡോസ് മീറ്റർ. നോയ്സ് ഡോസ് അളക്കുന്ന കാൽക്കുലേറ്ററിൻ്റെ വലിപ്പമുള്ള ഉപകരണമാണ് നോയ്സ് ഡോസ് മീറ്റർ. അടുത്തത് ഫാത്തോമീറ്റർ. എന്താണ് ഫാത്തോമീറ്റർ? സമുദ്രത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഫാത്തോമീറ്റർ.
അപ്പോൾ നമ്മൾ പറഞ്ഞു സോണാർ അല്ലേ, സോണാർ സമുദ്രത്തിൻ്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്നു. അതുപോലെ സമുദ്ര അടിത്തറയുടെ മാപ്പുകൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നു. അതുപോലെ എക്കോ സൗണ്ടർ എന്താണ്, സമുദ്രത്തിൻ്റെയും ജലാശയങ്ങളുടെയും ആഴം മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. അതുപോലെ തന്നെ ഫാത്തോമീറ്ററും സമുദ്രത്തിൻ്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. അടുത്തത് ഹൈഡ്രോഫോൺ. ഹൈഡ്രോഫോൺ എന്താണ്, ജലാന്തർഭാഗത്തെ ശബ്ദങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം. ജലാന്തർഭാഗത്തുണ്ടാകുന്ന ശബ്ദങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് ഹൈഡ്രോഫോൺ ആണ്. അടുത്തത് ഓസിലോസ്കോപ്പ്. ഓസിലോസ്കോപ്പ് എന്ന് വെച്ചാൽ ശബ്ദത്തിൻ്റെ ഗ്രാഫിക് ചിത്രീകരണം നടത്തുന്ന ഉപകരണം. ശബ്ദത്തിൻ്റെ ഗ്രാഫിക് ചിത്രീകരണം നടത്തുന്ന ഉപകരണമാണ് ഓസിലോസ്കോപ്പ് എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് അക്കോസ്റ്റിക്സ് എന്നാണ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്കോസ്റ്റിക്സ്. ഡോപ്ലർ പ്രഭാവം ശരിയായി വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഡോപ്ലർ പ്രഭാവത്തെക്കുറിച്ച് ശരിയായ വിശദീകരണം നൽകുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ക്രിസ്റ്റ്യൻ ഡോപ്ലർ ആണ്. ആ പേരിൽ നിന്നാണ് ഡോപ്ലർ പ്രഭാവം എന്ന പേരുണ്ടായത്. ഏത് സവിശേഷത പ്രയോജനപ്പെടുത്തി ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്? ഏത് സവിശേഷത പ്രയോജനപ്പെടുത്തി ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്? ആൻസർ ആവർത്തന പ്രതിപതനം. ആവർത്തന പ്രതിപതനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ പേര് അറിയപ്പെടുന്നത് ഉച്ചത എന്നാണ്. ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ പേരാണ് ഉച്ചത എന്ന് പറയുന്നത്. ഉച്ചതയുടെ യൂണിറ്റിന് ബെൽ എന്ന പേര് നൽകിയത് ആരോടുള്ള ആദരസൂചകമായാണ്? അപ്പോൾ ഉച്ചതയുടെ യൂണിറ്റ് എന്താണ്? ഉച്ചതയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ബെല്ലാണ്. അത് ആരോടുള്ള ആദരസൂചകമായാണ് ആ പേര് നൽകിയത്. ആരാണ്? അലക്സാണ്ടർ ഗ്രഹാം ബെൽ ആണ്. കേൾക്കാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ ശബ്ദത്തിൻ്റെ മർദ്ദ വ്യതിയാനം എത്ര? കേൾക്കാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ ശബ്ദത്തിൻ്റെ മർദ്ദ വ്യതിയാനം എത്രയാണ്? 20 മൈക്രോ പാസ്കൽ. 20 മൈക്രോ പാസ്കൽ ആണ് കേൾക്കാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ ശബ്ദത്തിൻ്റെ മർദ്ദ വ്യതിയാനം. ഒരു സെക്കൻഡിൽ കേട്ട ബീറ്റുകളുടെ എണ്ണത്തിന് പറയുന്ന പേര്. ഒരു സെക്കൻഡിൽ കേട്ട ബീറ്റുകളുടെ എണ്ണത്തിന് പറയുന്ന പേരാണ് ബീറ്റ് ഫ്രീക്വൻസി. ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഡാഷ് ആവശ്യമാണ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ലോക കേൾവി ദിനം എന്നാണ്. ലോക കേൾവി ദിനം മാർച്ച് 3 മാർച്ച് 3 ലോക കേൾവി ദിനം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത ശബ്ദത്തെക്കുറിച്ചാണ്. വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.